ജോയ്. ഇന്നില്ലേ നല്ല ഭംഗിയായിട്ടുള്ള നല്ല തോർത്തുകളും നല്ല ബെഡ്ഷീറ്റും നല്ല പുതപ്പും നല്ല ലൈറ്റ് വെയിറ്റ് ബെഡ്ഷീറ്റ് ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ മാഗ്നിസ്കേപ്സിലുണ്ടല്ലോ ഇതുപോലെയുള്ള നല്ല ഭംഗിയായിട്ടുള്ള കർട്ടൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റില് നല്ല പ്രീമിയം ക്വാളിറ്റി, നല്ല കോട്ടൺ, പിന്നെ നല്ല എന്താ പറയുന്ന ഹാൻഡ്ലൂം കോട്ടൺ, അങ്ങനെ പല പല തരത്തിലുള്ള നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള കർട്ടൻസും ഇവിടെ ഉണ്ട്. ഇന്ന് ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ലൊരു തോർത്താണ് കേട്ടോ. ഈ തോർത്തൊക്കെ എന്തിനാ കാണിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ വീട്ടിലില്ലേ നിങ്ങൾ ഓർക്കും കേട്ടോ. ഹോം ലിനൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താത്ത ഹോം എന്നോട് ചോദിച്ചു തോർത്ത് വേണോന്ന്. തോർത്ത് വേണം, കാരണം എന്താ വെച്ചാല് നമുക്ക് വീട്ടിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം തോർത്താണ്. അതായത് ഇത് നന്നായിട്ട് വെള്ളമൊക്കെ പിടിക്കും. പിടിക്കുന്ന പറഞ്ഞാൽ നന്നായിട്ട് വെള്ളമൊക്കെ വേഗം വലിഞ്ഞ് അബ്സോർവ് ചെയ്യും. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ വീട്ടില് ഇത് എന്റെ തോർത്താണോ, ഇത് നിന്റെ തോർത്താണോ, ഇത് നമ്മുടെ തോർത്താണോ, ഇത് നമ്മുടെ എല്ലാവരുടെയും തോർത്താണോ എന്നൊക്കെ ചോദിച്ചൊക്കെ വരത്തില്ല എല്ലാവരും. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഡിഫറെന്റ് കളേഴ്സ് ഓഫ് തോർത്ത് മാഗ്നിസ്കേപ്സിലുണ്ട് കേട്ടോ. ഇത് ഞാനിങ്ങനെ ഒരു ഫണ്ണി വേയിൽ പറഞ്ഞതാണെങ്കിൽ ഇതെല്ലാ വീട്ടിലും ഉള്ള ഒരു പ്രശ്നമാണ് കേട്ടോ, തോർത്ത് കട്ടോണ്ട് പോകാം. ഇനി ഉള്ളത് നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു 3 ലെയർ പുതപ്പാണ്. ഈ 3 ലെയർ പുതപ്പ് വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് ഇതുപോലെയാണ് കേട്ടോ. അതായത് നല്ല ഭംഗിയായിട്ട് ഇതുപോലെയുണ്ട്. സൈഡ് ബോർഡർ ഇതുപോലെയാണ്. ഇതാണ് അതിന്റെ റിവേഴ്സിബിൾ ആയിട്ടുള്ള സൈഡ്. നല്ല ഭംഗിയായിട്ടുള്ള റിവേഴ്സിബിൾ ആയിട്ടുള്ള സൈഡ്. പിന്നെ അതിനകത്തുള്ളത് രണ്ടും മീൻസ് ഇത് ഒരു സെറ്റ് ആയിട്ട് വേണമെങ്കിൽ ബെഡ്ഷീറ്റ് വിത്ത് പുതപ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടും. അല്ലാതെ ബെഡ്ഷീറ്റ് പുതപ്പ് മാത്രമായിട്ടും കിട്ടും. പിന്നെ പല തരത്തിലുള്ള പുതപ്പ് മാഗ്നിസ്കേപ്സിലുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല ലൈറ്റ് വെയിറ്റ് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. ഈ ലൈറ്റ് വെയിറ്റ് ബെഡ്ഷീറ്റ് ആക്ച്വലി നല്ല ഒരു എന്താ പറയുന്നത് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. ലൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ബ്രാൻഡഡ് ഷീറ്റിന്റെ ബ്രാൻഡഡ് ഷീറ്റ് അതേ ക്വാളിറ്റിയില് അതും വളരെ അഫോർഡബിൾ ആയിട്ട് പണ്ടത്തെ ബ്രാൻഡഡ് ഷീറ്റ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പുറത്തുനിന്നൊക്കെ ആൾക്കാർ നല്ല സോഫ്റ്റ് ആയിട്ടൊരു കോട്ടൺ ബെഡ്ഷീറ്റ് കൊണ്ടുവരത്തില്ലേ, ആ ഒരു കോട്ടൺ ബെഡ്ഷീറ്റ് ആണ്. 100% കോട്ടൺ ബെഡ്ഷീറ്റ് ആണ്. റേറ്റ് വന്നിട്ട് ഇതൊരു ക്യൂൺ സൈസ് ആണ്. ഇതിന്റെ റേറ്റ് ഒക്കെ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കണം. ഇത് വെബ്സൈറ്റിൽ ഇട്ടിട്ടില്ല, വാട്സപ്പിൽ ചോദിക്കണം കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഷീറ്റ് ആണ്. ഇനി വന്നിരിക്കുന്ന ഇതിന് ഒരാൾ പേരിട്ടത് മൊസൈക്ക് ഡിസൈൻ ആണ് കേട്ടോ. പക്ഷെ അതുപോലെയൊന്നും അല്ല കേട്ടോ. ഈ കുരുകുരാന്ന് പറഞ്ഞപ്പോ ഒരാൾ എന്നോട് പറഞ്ഞതാ മൊസൈക്കിന് വേറെ ഡിസൈൻ അല്ലേ. ഇത് കുഞ്ഞായിട്ടുള്ള ഒരു പൂവിന്റെ ഈ പൂവൊക്കെ ഇല്ലേ, എന്താ എനിക്ക് ഇതെന്താ തോന്നിയെന്നല്ല അറിയാവോ, ഇത് ആക്ച്വലി നല്ലൊരു ക്രോസ് സ്റ്റിച്ച് ചെയ്ത ഒരു ബെഡ്ഷീറ്റ് പോലെ തോന്നും കേട്ടോ കണ്ടാല്. പക്ഷെ ഇത് നല്ല ലൈറ്റ് വെയിറ്റ് കോട്ടൺ ബെഡ്ഷീറ്റാണ്. ഈ പൂ കണ്ടോ, ഈ പൂ കണ്ടപ്പോൾ നമുക്ക് തോന്നത്തില്ലേ ക്രോസ് സ്റ്റിച്ച് പോലെ തോന്നില്ലേ ഇത് കണ്ടിട്ട്? പക്ഷെ ഇത് ക്രോസ് സ്റ്റിച്ച് ഒന്നുമല്ല, സാധാരണ ഡെയിലി യൂസിന് പറ്റുന്ന നല്ല കോട്ടൺ ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ. ഇനിയുള്ളത് നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. നമുക്ക് ഡെയിലി യൂസിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊന്നും പോകത്തില്ല. കാണാനൊക്കെ നല്ല ഭംഗിയായിട്ട് അവിടെ കിടക്കും. നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ് കേട്ടോ. നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. നല്ല ചെക്കൊക്കെ മഞ്ഞ കളറിൽ നല്ല രസമില്ല കാണാന്. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റ് കളറിലുള്ള നല്ല ഷീറ്റാട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോട്ടൺ ഷീറ്റ് ആണ്. കിങ് സൈസിന്റെ മെഷർമെന്റ് വന്നിട്ട് 90x100 ഇഞ്ചസ് ആണ്. നല്ല ഭംഗിയായിട്ടുള്ള 90x100 കേട്ടോ. ഇനി ഉള്ളത് നല്ല വൈറ്റ് കളർ, ഇത് വെച്ച് സോഫ്റ്റ് ആണ്. നല്ല വൈറ്റ് കളർ കിങ് സൈസ് ബെഡ്ഷീറ്റ്. ഇതും 1000 റുപ്പീസിന് താഴെയാണ്. ഇതിന്റെ സെന്റർ പോർഷൻ നല്ല സോഫ്റ്റ് ആയിട്ട് ലൈറ്റ് വെയിറ്റ് ആണ്. സൈഡ് ബോർഡറും കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്, ഒരുപാട് തിക്ക് അല്ല. ഇതും കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. നമുക്ക് ഈ കിങ് സൈസ് ബെഡ്ഷീറ്റ്, ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ്, ഡബിൾ, സിംഗിൾ എന്നൊക്കെ പറയുമ്പോൾ ഇതിന് സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ഉണ്ട്. അപ്പൊ നമ്മള് ബെഡ്ഷീറ്റിന്റെ മെഷർമെന്റ് എടുക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ മാട്രസിന്റെ മെഷർമെന്റും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യണം. അല്ലെങ്കിൽ എന്താ നമ്മൾ ചക്ക് ചെയ്യാൻ നേരത്തെ ഒന്നും കാണത്തില്ല കേട്ടോ. സാധാരണ വീടുകളിലൊക്കെ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആയിരിക്കും കേട്ടോ, ഓൾമോസ്റ്റ് എല്ലാവരുടെയും. പിന്നെ ഒത്തിരി അണ്ടക്കാട്ട ബെഡൊക്കെ ഉള്ളവരാണ് കിങ് സൈസ്. എന്നാലും നമ്മൾ മാട്രസിന്റെ സൈസ് ഒന്ന് നോക്കണം, എന്നാലാണ് അത് ശരിയായി വരത്തുള്ളേ. ഇത് കണ്ട, അത് ചില ആൾക്കാർ പറയും എനിക്ക് ഡബിൾ കോട്ട് മതി എന്ന് പറയും. പക്ഷെ ഡബിൾ കോട്ട് മതി എന്ന് പറയുമ്പോൾ ആക്ച്വലി ക്യൂൺ സൈസ് ആയിരിക്കും ആവശ്യം കേട്ടോ. എന്നാലാണ് നന്നായി ടക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മാട്രസ് വളരെ കുഞ്ഞായിരിക്കണേ.
ഇതുണ്ട് 2 വലിയ പില്ലോ കവേഴ്സ്, നല്ല രസമില്ല, എനിക്ക് നല്ല ഭംഗിയായി തോന്നി കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഇതുപോലത്തെ ഷീറ്റ്. നല്ല ഭംഗിയായിട്ടുള്ളതെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്നാണെന്നറിയാമോ, ഇത് ഭംഗിയല്ല, ഇത് എലഗന്റ് ആയിട്ടുള്ള ഷീറ്റ് ആട്ടോ. ഇത് നല്ല തിക്ക് ആയിട്ടുള്ള കോട്ടണില് നല്ല ഗ്രേ കളറില് സൈഡ് ബോർഡർ ഈ ഒരു കളർ വരുന്ന നല്ല എലഗന്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ്. ഇതിന്റെ ഒക്കെ റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ്. ഇത് നല്ല തിക്ക് ആയിട്ടുള്ള കോട്ടൺ ആണ്. നമ്മുടെ മാഗ്നിസ്കേപ്സ് കട വന്നിട്ടുള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡാണ്. ലൈക്ക് നമ്മുടെ മെട്രോ പില്ലോ നമ്പർ ഉണ്ടല്ലോ 795 സൈഡിലുള്ള റോഡാണ് ചെറുപറമ്പത്ത് റോഡ്. അവിടെ വന്നിട്ട് ഒരു 100 to 200 മീറ്റേഴ്സ് ഒക്കെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റില് സെക്കൻഡ് ഗേറ്റ് ആണ് നമ്മുടെ മാഗ്നിസ്കേപ്സ് ഉള്ളത്. നമുക്ക് അകലെ തന്നെ മാഗ്നിസ്കേപ്സ് റെഡ് ബോർഡ് റെക്ടാംഗിൾ ഷേപ്പിൽ കാണാൻ പറ്റും കേട്ടോ, കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പൊ എല്ലാവരും വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മഴ ആയതുകൊണ്ട് കൊട പിടിച്ച് നടക്കണം, നന്നായി തോർക്കണം. താങ്ക് യു.